സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് തത്സമയം ഇടുക്കിയിൽ നിന്ന്. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. അനധികൃതമാണെന്ന് സന്ദീപിന്റെ റിപ്പോർട്ടിലൂടെ വ്യക്തമാണ്. ആ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ആ വിധത്തിൽ ഉള്ള ഒരു പ്രദേശത്തു കൂടിയാണ്. ആരാണ് ഈ അനധികൃത നിർമ്മാണത്തിന് പിന്നിൽ? ആരാണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്? സന്ദീപ്, ബെനിൽ പോത്തൻ ബാബു, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും ഈ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നിരവധിയായ ആളുകൾക്ക് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ പോലും വീട് നിർമ്മിക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് CHR മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ CHRൽ കിടക്കുന്ന ആളുകൾക്ക് ലൈഫിൽ വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പെർമിറ്റ് നൽകാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അത്തരം ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോഴാണ് പഞ്ചായത്തിൻ്റെ നോട്ടീസ്, സ്റ്റോപ്പ് മെമ്മോ പോലും അവഗണിച്ചുകൊണ്ട് അനധികൃതമായിട്ടുള്ളൊരു നിർമ്മാണം തകൃതിയായിട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നിർമ്മിക്കുന്ന ഈ കെട്ടിടം മറ്റൊരു തരത്തിൽ അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇത് CHRൽ പെട്ടതാണോ എന്നതിനടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ ഇയാൾ ആദ്യം നിർമ്മിക്കാൻ എത്തുമ്പോൾ തന്നെ പെർമിറ്റ് എടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്തിനെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചു, വേറൊരു പട്ടയ ഭൂമിയുടെ രേഖകൾ കൊണ്ട് ഹാജരാക്കി അത് വെച്ച് പെർമിറ്റ് എടുത്തു, പിന്നീട് നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തി അപ്പോൾ തന്നെ നിർത്തിവെക്കുവാൻ വേണ്ടി ഉത്തരവ് നൽകിയിട്ട് പോലും നിർമ്മാണം പരസ്യമായി തന്നെ തുടരുകയാണ്. നമ്മൾ ചെല്ലുമ്പോഴും അവിടെ നിർമ്മാണ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ വലിയ വ്യക്തമായിട്ടുള്ള ഉന്നത രാഷ്ട്രീയ സ്വാധീനം, ഭരണപക്ഷ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കാരണം എന്ന് തന്നെയാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പഞ്ചായത്ത് വീണ്ടും നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പോലീസിനടക്കം ഇത് നിർദ്ദേശം നൽകിയിരുന്നു ഗ്രാമപഞ്ചായത്ത്. ഇത്തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് തടയുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശാന്തൻപാറ പോലീസിലും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ നിലനിൽക്കുകയാണ്. അത് കോടതിയിലെത്തി നിൽക്കുകയാണ്. ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടം പൊളിച്ചു നീക്കിയതിന് ശേഷവും ആ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ കരമടച്ചുകൊണ്ടിരുന്നു. അത് പഞ്ചായത്ത് കണ്ടെത്തുകയും ചെയ്തു. അനധികൃതമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് എന്ന് വ്യക്തമാണ്. കേസ് ഉൾപ്പെടെ കോടതിയിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനിടയിലാണ് ഇടുക്കി ആനയിറങ്കലിൽ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ മറികടന്ന് ബഹുനില കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കാട്. നമുക്ക്